നമസ്കാരം. PSC ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് എന്നാണ് നമ്മുടെ PSC ബുള്ളറ്റ് പ്രസിദ്ധീകരിച്ച 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അല്ലേ. അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ISRO നാസയുമായി ചേർത്ത് തയ്യാറാക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകമാണ് നിസാർ. ആരുമായി ചേർന്നിട്ട്? ISRO നാസയുമായി ചേർത്ത് തയ്യാറാക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകമാണ് ഏത് കൂട്ടുകാരെ? നിസാർ അല്ലേ, നിസാർ. നെക്സ്റ്റ്, വൈസ് ചാൻസലർ പദവിയെ കുലഗുരു എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനം ഏതാണ്? അത് മധ്യപ്രദേശ്. ഏതാണ്? മധ്യപ്രദേശാണ് കേട്ടോ. വൈസ് ചാൻസലർ പദവിയെ കുലഗുരു അല്ലെങ്കിൽ കുൽഗുരു എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനം മധ്യപ്രദേശാണ്. നെക്സ്റ്റ്, അടുത്തിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്കാണ് ഇത്? ISI മാർക്ക് അല്ലേ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ISI? ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അടുത്തിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അതുപോലെ തന്നെ അലുമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്കാണ് ISI മാർക്ക്. ഇനി മസ്തിഷ്കാഘാതം വന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ മദ്രാസ് IITയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച റോബോട്ടാണ് പ്ലൂട്ടോ. എന്താണ്? പ്ലൂട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? മസ്തിഷ്കാഘാതം വന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ മദ്രാസ് IITയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച റോബോട്ടാണ് പ്ലൂട്ടോ. പ്ലഗ് ആൻഡ് ട്രെയിൻ റോബോട്ട് ഫോർ ഹാൻഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്നാണ് പൂർണ്ണരൂപം. ഇനി നരേന്ദ്രമോദി സന്ദർശിച്ച ജാം സാഹിബ് ഓഫ് നവനഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അത് പോളണ്ട് ആണ്. ഏതാണ്? പോളണ്ട്. നരേന്ദ്രമോദി സന്ദർശിച്ച ജാം സാഹിബ് ഓഫ് നവനഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അത് പോളണ്ട്. ഇനി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതിയാണ് ഏകീകൃത പെൻഷൻ പദ്ധതി UPSC. അപ്പം ഈ ഏകീകൃത പെൻഷൻ പദ്ധതി ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ 1 മുതലായിരിക്കും. എപ്പോഴാണ്? 2025 ഏപ്രിൽ 1. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതിയാണ് ഇത്? ഏകീകൃത പെൻഷൻ പദ്ധതി ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ 1. 2024 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ISROയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS-08. ആരാണ്? 2024 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ISROയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS-08. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയുടെ 43ാമത് ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് അസമിലെ അഹോം രാജവംശത്തിന്റെ മൈദം ശവകുടീരമാണ്. എന്താണ്? മൈദം. എന്താണ്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയുടെ 43ാമത് ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് അസമിലെ അഹോം രാജവംശത്തിന്റെ മൈദം ശവകുടീരങ്ങൾ. ഇനി ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റുഹ്മി 1 വിക്ഷേപിച്ച രാജ്യം ഇന്ത്യയാണ്. ഇതാണ് ഇന്ത്യ. ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റുഹ്മി 1 വിക്ഷേപിച്ച രാജ്യം ഇന്ത്യയാണ്. അന്തരീക്ഷ വായു വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള ഇതാണ് സ്ക്രാം ജെറ്റ് എൻജിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷണം നടത്തുന്ന 4ാമത്തെ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. ഏതാണ്? ഇന്ത്യ. അന്തരീക്ഷ വായു വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള സ്ക്രാം ജെറ്റ് എൻജിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷണം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ അല്ലേ. ഇനി ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? അത് ഓഗസ്റ്റ് 23 അല്ലേ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നാണ്. എന്താണ് 2024 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ്. ഞാൻ ഒന്നും കൂടി ആവർത്തിക്കട്ടെ. യെസ്. അപ്പോൾ നമ്മൾ നിസാർ. എന്താണ് നിസാർ? ISRO നാസയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകമാണ് നിസാർ അല്ലേ. ഇനി വൈസ് ചാൻസലർ പദവിയെ കുലഗുരു എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനം മധ്യപ്രദേശ്. അടുത്തിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവർക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്കാണ് ഇത്? ISI മാർക്ക്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി മസ്തിഷ്കാഘാതം വന്നവരുടെ
കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ മദ്രാസ് IITയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച റോബോട്ടാണ് പ്ലൂട്ടോ, പ്ലഗ് ആൻഡ് ട്രെയിൻ റോബോട്ട് ഫോർ ഹാൻഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്ന്. ഓക്കെ അല്ലേ? ഇന്ന് നരേന്ദ്രമോദി സന്ദർശിച്ച ജാം സാഹിബ് ഓഫ് നവനഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അത് പോളണ്ട്. നരേന്ദ്രമോദി സന്ദർശിച്ച ജാം സാഹിബ് ഓഫ് നവനഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം പോളണ്ട് അല്ലേ? ഇനി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതിയാണ് ഏകീകൃത പെൻഷൻ പദ്ധതി. ഈ ഏകീകൃത പെൻഷൻ പദ്ധതി ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ 1 മുതലാണ്. 2024 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ISROയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS-08 എങ്കിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയുടെ 43ാമത് ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് അസമിലെ അഹോം രാജവംശത്തിന്റെ മൈതം ശവകുടീരങ്ങളാണ് അല്ലേ? ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റുഹ്മി 1 വിക്ഷേപിച്ച രാജ്യം എന്താണ്? അത് ഇന്ത്യയാണ്. അന്തരീക്ഷ വായു വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷണം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇത് ഇന്ത്യയെങ്കിൽ ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23 എന്തിനാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ കാരണം? ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് നടത്തിയത് ഓഗസ്റ്റ് 23 അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. എങ്കിൽ 2024 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയമാണ് ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാങ്ക എന്നതാണ്. ഓക്കെ അല്ലേടാ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിമോർ ലെസ്തെ എന്താണ്? തിമോർ ലെസ്തെ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ് ആര്? നമ്മുടെ നിലവിലെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു അല്ലെ? തിമോർ ലെസ്തെ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. ഇനി തിമോർ ലെസ്തെ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് തിമോർ ലെസ്തെ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. നമ്മുടെ ദ്രൗപദി മുർമു എവിടെയാണ് സന്ദർശിച്ചത്? തിമോർ ലെസ്തെ സന്ദർശിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് തിമോർ ലെസ്തെ എന്ന ബഹുമതി ആർക്ക് നൽകി ആദരിച്ചു? രാഷ്ട്രപതി, ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് നൽകി ആദരിക്കപ്പെട്ടു അല്ലേ? ഇനി അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച് പറക്കുന്ന ATV അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ റോക്കറ്റ് ഏതു ഏജൻസിയുടേതാണ്? അത് ISROയുടെ ആണ്. ആരുടെയാണ്? ISRO അല്ലേ? അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച് പറക്കുന്ന ATV റോക്കറ്റ് ഏത് ഏജൻസിയുടേതാണ്? ISRO. എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ അരി ATM സ്ഥാപിച്ച എവിടെയാണ്? ഭുവനേശ്വറിലാണ്. എവിടെയാണ്? ഭുവനേശ്വർ അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ അരി ATM സ്ഥാപിച്ച എവിടെയാണ്? അത് ഭുവനേശ്വർ. ഓർത്തിരിക്കണേ. ഇനി അദാനി ഗ്രൂപ്പിനും സെബി ചെയർപേഴ്സൺ മാധവി പുരി ബച്ചനുമെതിരെയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ട അമേരിക്കൻ നിക്ഷേപ ഗവേഷണ സ്ഥാപനമാണ് ആര്? ഹിൻഡൻബർഗ് റിസർച്ച്. ആരാണ്? ഹിൻഡൻബർഗ് റിസർച്ച്. ആർക്കെതിരെയാണ്? അദാനി ഗ്രൂപ്പിനും സെബി ചെയർപേഴ്സൺ മാധവി പുരി ബച്ചനുമെതിരെയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ട അമേരിക്കൻ നിക്ഷേപ ഗവേഷണ സ്ഥാപനമാണ് ആര്? ഹിൻഡൻബർഗ് റിസർച്ച്. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്ന കത്ഖോര നഗരം ഏത് സംസ്ഥാനത്തിലാണ്? അത് ഛത്തീസ്ഗഡിലാണ്. എവിടെയാണ്? ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം ഖനി, ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം ഖനി നിലവിൽ വരുന്ന കത്ഖോര നഗരം ഏത് സംസ്ഥാനത്തിലാണ്? അത് ഛത്തീസ്ഗഡ് അല്ലേ? ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ ഡയറക്ടർ നിയമിതനായത് രാഹുൽ നവീൻ. ആരാണ്? രാഹുൽ നവീൻ അല്ലേ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ ഡയറക്ടർ നിയമിതനായത് രാഹുൽ നവീൻ. നെക്സ്റ്റ് ആണ് ഗോത്ര സമൂഹങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ദേശീയ ഉന്നത് ഗ്രാം അഭിയാൻ എന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ജൻ ദേശീയ ഉന്നത് ഗ്രാം അഭിയാൻ? ഗോത്ര സമൂഹങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ദേശീയ ഉന്നത് ഗ്രാം അഭിയാൻ അല്ലേ? ഇനി 2024 ഓഗസ്റ്റിൽ 75ാമത് വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് 1 രൂപ നോട്ടാണ്. എപ്പോഴാണ് 1 രൂപ നോട്ട്? 2024 ഓഗസ്റ്റിൽ
75ാമത് വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ടാണ് 1 രൂപ അല്ലേ. ഇനി ഛത്തീസ്ഗഡിൽ നിലവിൽ വരുന്ന പുതിയ 4ാമത്തെ ടൈഗർ റിസർവ് ആണ് ഗുരു ഘാസിദാസ് താമോർ പിംഗ്ല ടൈഗർ റിസർവ്. പി ചോദിച്ചു എന്താണ് ഗുരു ഘാസിദാസ് താമോർ പിംഗ്ല ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലാണ്. എവിടെയാണ്? ഛത്തീസ്ഗഡിൽ നിലവിൽ വരുന്ന 4ാമത്തെ ടൈഗർ റിസർവ് ആണ് ഗുരു ഘാസിദാസ് താമോർ പിംഗ്ല ടൈഗർ റിസർവ്. ഇനി 10 പ്രാദേശിക ഭാഷകൾ ലോകസഭാ നടപടികൾ സംപ്രേഷണം ആരംഭിച്ച സർക്കാർ ടെലിവിഷൻ ചാനലാണ് സൻസദ് TV. ഏതാണ്? സൻസദ് TV അല്ലേ. 10 പ്രാദേശിക ഭാഷകളിൽ ലോകസഭാ നടപടികൾ സംപ്രേഷണം ആരംഭിച്ച സർക്കാർ ടെലിവിഷൻ ചാനലാണ് ഇത് സൻസദ് TV എങ്കിൽ കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ 32ാമത് അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയിൽ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് അല്ലേ. കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ 32ാമത് അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ, ന്യൂഡൽഹി എങ്കിൽ സെബി ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചാറ്റ് ബോട്ടാണ് സേവ. ആർക്ക് വേണ്ടിയിട്ടാണ്? സെബി ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചാറ്റ് ബോട്ടാണ് സേവ. ഓക്കെ അല്ലേ. ഒന്നുകൂടി ഞാൻ പറയട്ടെ. യെസ്, ദ്രൗപദി മുർമു അല്ലേ. എന്താണ്? തിമോർ ലെസ്തെ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഈ തിമോർ ലെസ്തെ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് തിമോർ ലെസ്തെ എന്ന ബഹുമതി ആർക്ക് നൽകി ആദരിച്ചു? ദ്രൗപദി മുർമുവിന് നൽകി ആദരിച്ചു അല്ലേ. യെസ്. എങ്കിൽ അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച് പറക്കുന്ന ATV റോക്കറ്റ്, അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ റോക്കറ്റ് ഏത് ഏജൻസിയുടേതാണ്? അത് ISRO അല്ലേ. എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ അരി ATM ആരംഭിച്ചത് ഭുവനേശ്വറിലാണ്. അദാനി ഗ്രൂപ്പിനും സെബി ചെയർപേഴ്സൺ മാധവി പുരി ബച്ചനുമെതിരെയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ട അമേരിക്കൻ നിക്ഷേപ ഗവേഷക സ്ഥാപനമാണ് ഫിൻഡൻബർഗ് റിസർച്ച് അല്ലേ. എങ്കിൽ ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്ന കത്കോര നഗരം ഏത് സംസ്ഥാനത്താണ്? അത് ഛത്തീസ്ഗഡ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ ഡയറക്ടർ നിയമിതനായത് രാഹുൽ നവീൻ ആണെങ്കിൽ ഗോത്ര സമൂഹങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ദേശീയ ഉന്നത ഗ്രാം അഭിയാൻ. എങ്കിൽ 2024 ഓഗസ്റ്റിൽ 75ാമത് വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് 1 രൂപ നോട്ടാണ്. ഛത്തീസ്ഗഡിൽ നിലവിൽ വരുന്ന 4ാമത്തെ ടൈഗർ റിസർവ് ആണ് ഗുരു ഘാസിദാസ് താമോർ പിംഗ്ല ടൈഗർ റിസർവ്. എങ്കിൽ എന്താണ്? 10 പ്രാദേശിക ഭാഷകൾ ലോകസഭാ നടപടികൾ സംപ്രേഷണം ആരംഭിച്ച സർക്കാർ ടെലിവിഷൻ ചാനലാണ് സൻസദ് TV എങ്കിൽ കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ 32ാമത് അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഇന്ത്യയുടെ ന്യൂഡൽഹിയിലാണ് അല്ലേ. സെബി ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചാറ്റ് ബോട്ടിന്റെ പേരാണ് സേവ. ഓക്കെ അല്ലേ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇനിയും എന്താണ് കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ, സീ യു.